കണ്ടോ, ഇതെനിക്ക് ഇന്ന് HMRC എന്ന് വന്ന ലെറ്റർ ആണ് കേട്ടോ. ഇത് എനിക്കൊരു 250 പൗണ്ട്സ് ടാക്സ് റീഫണ്ട് കിട്ടി എന്ന് അറിയിച്ചുകൊണ്ടുള്ള ലെറ്റർ ആണ്. ഇത് എനിക്ക് എന്ന് പറയാൻ പറ്റത്തില്ല, ഇത് ആക്ച്വലി ഞങ്ങൾക്ക് ആസ് എ കപ്പിൾ കിട്ടിയതാണ്. കാരണം ഇത് ഞങ്ങള് മാരേജ് അലവൻസ് അപ്ലൈ ചെയ്ത് കിട്ടിയ ഒരു ടാക്സ് ബെനിഫിറ്റ് ആണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് എന്താണ് മാരേജ് അലവൻസ്, അത് എങ്ങനെ അപ്ലൈ ചെയ്യാം, ആർക്കൊക്കെ ഇത് അപ്ലൈ ചെയ്യാൻ പറ്റും, അതുപോലെ തന്നെ ഇത് അപ്ലൈ ചെയ്ത് ഇതിന് എത്ര മാത്രമാണ് അതിൻ്റെ റെസ്പോൺസ് ടൈം വരുന്നത്, നമുക്ക് റെസ്പോൺസ് ലെറ്റർ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ചെയ്യേണ്ട പ്രൊസീജിയർ എന്തൊക്കെയാണ്. അപ്പൊ ആദ്യം തന്നെ എന്താണ് ഈ മാരേജ് അലവൻസ്? UK ഗവൺമെന്റ് മാരീഡ് കപ്പിൾസിന് അല്ലെങ്കിൽ സിവിൽ പാർട്ട്നേഴ്സിന് കൊടുക്കുന്ന ഒരു ടാക്സ് ബെനിഫിറ്റ് ആണ് ഈ മാരേജ് അലവൻസ് എന്നുള്ളത്. ബേസിക്കലി നമ്മൾ അറിയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആനുവലി 12,570 പൗണ്ട്സിന്റെ മുകളിൽ നമുക്ക് ഒരു ഏർണിംഗ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ടാക്സ് പേ ചെയ്യേണ്ട ആവശ്യമുള്ളൂ. നമ്മുടെ കേസ് വരുമ്പോൾ 2 പാർട്ട്നേഴ്സ് ഉണ്ടെങ്കിൽ ഒരു പാർട്ട്ണറിന്റെ ഇൻകം ഷുഡ് ബി ലെസ് ദാൻ 12,570, മറ്റേ ആളുടെ ആനുവൽ ഇൻകം ഷുഡ് ബി ബിറ്റ്വീൻ 12,570 ആൻഡ് 50,000 പൗണ്ട്സ് ആനുവലി. അപ്പൊ എക്സാമ്പിൾ ആയിട്ട് ഞങ്ങളുടെ കാര്യം തന്നെ പറയാം. അപ്പം കഴിഞ്ഞ വർഷം എനിക്ക് 10,000 പൗണ്ട്സ് ആയിരുന്നു ആനുവൽ ആയിട്ടുള്ള എൻ്റെ ഏർണിംഗ്. അപ്പൊ ഞാൻ അത് ടാക്സ് ലാബ് റീച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ബാക്കിയുള്ള ഞാൻ യൂസ് ചെയ്യാത്ത 2,570 പൗണ്ട്സിൽ നിന്ന് ഒരു അമൗണ്ട് ഞാൻ എൻ്റെ ഹസ്ബൻഡിന് ട്രാൻസ്ഫർ ചെയ്തു. ഓക്കെ, അപ്പൊ ഈ ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റുന്ന മാക്സിമം എമൗണ്ട് എന്ന് പറയുന്നതാണ് 1,260 പൗണ്ട്സ്. ഈ ട്രാൻസ്ഫർ ചെയ്യുന്ന എമൗണ്ട് എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ ഇവരുടെ നോർമൽ ടാക്സ് ലാബിന്റെ കൂടെ ആഡ് ചെയ്യും. ദാറ്റ് ഈസ് എൻ്റെ ഹസ്ബൻഡിന്റെ ടാക്സ് ലാബ് കൂട്ടി, ദാറ്റ് ഈസ് 12,570 പ്ലസ് ഈ 1,260 പൗണ്ട്സ് ആയിട്ട് അതിന്റെ മുകളിലോട്ടുള്ള ഇൻകത്തിന് മാത്രം ടാക്സ് പേ ചെയ്താൽ മതിയാകും. ഞാൻ ഈ പറയുന്ന കാൽക്കുലേഷൻസ് എല്ലാം HMRC ആണ് ഇന്റേണലി ചെയ്യുന്നത്. നമ്മൾ ജസ്റ്റ് ഇതിന്റെ ആപ്ലിക്കേഷൻ മാത്രം സബ്മിറ്റ് ചെയ്താൽ മതി. ഞങ്ങൾ ക്ലെയിം ചെയ്തത് കഴിഞ്ഞ വർഷത്തെ മാരേജ് അലവൻസിന് വേണ്ടിയിട്ടായിരുന്നു. അപ്പോൾ ഹസ്ബൻഡിന്റെ ടാക്സ് ഓൾറെഡി അവര് പിടിച്ചത് കാരണം അതിന്റെ റീഫണ്ട് ആയിട്ടാണ് ഞങ്ങൾക്ക് കിട്ടുന്നത്. അതാണ് ഞങ്ങൾക്ക് 250 പൗണ്ട്സ് ആയിട്ട് കിട്ടിയത്. സോ ബേസിക്കലി എൻ്റെ 1,260 പൗണ്ട്സ് ഫുള്ളായിട്ട് പുള്ളിക്ക് ട്രാൻസ്ഫർ ആയി. അങ്ങനെയാണ് ഈ 252 പൗണ്ട്സ് ഞങ്ങൾക്ക് തിരിച്ചു കിട്ടുന്നത്. വൺസ് നമ്മളത് ക്ലെയിം ചെയ്ത് കഴിഞ്ഞാൽ HMRC നമ്മുടെ നോർമൽ ടാക്സ് കോഡ് മാറ്റിയിട്ട് ഇപ്പം ഞാൻ ട്രാൻസ്ഫർ ചെയ്തത് കാരണം എൻ്റെ ടാക്സ് കോഡ് N-ഉം അതുപോലെ അത് റിസീവ് ചെയ്തത് എൻ്റെ ഹസ്ബൻഡ് ആകുമ്പോൾ ഹസ്ബൻഡിന്റെ ടാക്സ് കോഡ് M-ഉമായിട്ട് മാറ്റും. അങ്ങനെയാണ് അവർ HMRC ഇത് ട്രാക്ക് ചെയ്യുന്നത്. വേറൊരു കാര്യം ഇതിനകത്ത് എല്ലാവർക്കും ഡൗട്ട് വരുന്നത് ഇതൊരു പബ്ലിക് ഫണ്ട് ആണോ എന്നുള്ള കാര്യമാണ്. ഇതൊരു പബ്ലിക് ഫണ്ട് അല്ല. നമ്മുടെ സാലറിയിൽ നിന്ന് നമ്മൾ കൊടുക്കുന്ന ടാക്സ് അത്രയും നമ്മൾ പേ ചെയ്യേണ്ട ആവശ്യമില്ലാത്ത കാരണം നമുക്കത് അവർ റീഫണ്ട് തരുന്നതാണ് ഇത്. അതുകൊണ്ട് തന്നെ നമ്മൾ ഇത് ക്ലെയിം ചെയ്യുന്ന കാരണം നമ്മുടെ ILRനെ ഒന്നും ഇത് അഫക്റ്റ് ചെയ്യത്തില്ല. ഇതിന്റെ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മളിപ്പം ആനുവൽ നമ്മുടെ പാക്കേജ് 12,570 ആയിരിക്കണം എന്നില്ല. പല സിറ്റുവേഷൻസും ഉണ്ടായിരിക്കാം. നമ്മളൊരു ഫിനാൻഷ്യൽ ഇയറിന്റെ എൻഡിലോട്ടായിരിക്കും നമ്മളൊരു ജോലിക്ക് കയറുന്നത്. അപ്പം അവസാനത്തെ 2-3 മാസത്തെ സാലറി ഒക്കെ നമുക്ക് വന്നിട്ടുണ്ടാകത്തുള്ളൂ. അത് ഈ 12,570 താഴെയാണെങ്കിൽ നമുക്കിത് ക്ലെയിം ചെയ്യാം. അതുപോലെ തന്നെ നമ്മൾ ഫിനാൻഷ്യൽ ഇയറിന്റെ ആദ്യം ഒരു 2-3 മാസം ജോലി ചെയ്തു, പിന്നെ ജോലിക്ക് പോവാതെ ആയി, അങ്ങനെയൊക്കെ ഉള്ളപ്പോഴും ആണെങ്കിൽ നമുക്ക് ഈ അലവൻസിന് ക്ലെയിം ചെയ്യാം. ഇതിലെ 2 കണ്ടീഷൻ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഏത് ഇയറിലോട്ടാണോ നമ്മൾ ഈ മാരേജ് അലവൻസ് ക്ലെയിം ചെയ്യാൻ പോകുന്നത് ആ പർട്ടിക്കുലർ ഫിനാൻഷ്യൽ ഇയറിൽ നമ്മൾ 2 പാർട്ട്നേഴ്സും വർക്കിംഗ് ആയിരിക്കണം. അതുപോലെ തന്നെ 2 പാർട്ട്നേഴ്സ് UK തന്നെ ആയിരിക്കണം. കറണ്ട് ഫിനാൻഷ്യൽ ഇയറിലെ നമുക്ക് ഈ മാരേജ് അലവൻസിന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ പ്രീവിയസ് 4 ഇയേഴ്സിന്റെ വരെ നമുക്ക് ക്ലെയിം ചെയ്യാൻ പറ്റും. 2 പാർട്ട്നേഴ്സിൽ ലോവർ ഇൻകം ഉള്ള ആളാണ് ഈ മാരേജ് അലവൻസിന് വേണ്ടി അപ്ലൈ ചെയ്യേണ്ടത്. ഇനി നമുക്കിത് എങ്ങനെയാണ് അപ്ലൈ ചെയ്യുന്നതെന്ന് നോക്കാം. അതിനായിട്ട് നമ്മൾ HMRCയുടെ വെബ്സൈറ്റിൽ പോയിട്ട് മാരേജ് അലവൻസ് എന്ന് സെർച്ച് ചെയ്യുക. അപ്പോൾ നമുക്ക് അപ്ലൈ ഫോർ മാരേജ് അലവൻസ് ഓൺലൈൻ എന്നൊരു ലിങ്ക് കാണും. അത് ക്ലിക്ക് ചെയ്ത് നമ്മൾ സ്റ്റാർട്ട് നൗ എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ടാവും. സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ റീഡയറക്റ്റ് ചെയ്യുന്നത് HMRCയുടെ ലോഗിൻ പേജിലോട്ടാണ്. അപ്പോൾ നമ്മുടെ ഓൾറെഡി ക്രെഡൻഷ്യൽസ് ഉണ്ടെങ്കിൽ അത് വെച്ച് ലോഗിൻ ചെയ്യുക, ഇല്ലെങ്കിൽ ഒരെണ്ണം ക്രിയേറ്റ് ചെയ്യുക. താഴെ തന്നെ ഓപ്ഷൻസ് ഉണ്ട്, ക്രിയേറ്റ് സൈൻ ഇൻ ഡീറ്റെയിൽസ് എന്നുള്ളത്. അതിൽ കയറി ഒരു സൈൻ ഇൻ ഡീറ്റെയിൽ ക്രിയേറ്റ് ചെയ്ത് ലോഗിൻ ചെയ്തിട്ട് വേണം ഈ ബാക്കി ഫോമും കാര്യങ്ങളും ഒക്കെ ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട്. ആ ഫോം ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ നിങ്ങളുടെയും നിങ്ങളുടെ പാർട്ട്ണറിന്റെയും നാഷണൽ ഇൻഷുറൻസ് നമ്പർ, മാരേജ് ഡേറ്റ്, അതുപോലെ തന്നെ നിങ്ങളുടെ പാർട്ട്ണറുടെയും പേര്, അതുപോലെ ചിലപ്പോൾ ഒരു പ്രൂഫ് ഓഫ് ഐഡന്റിറ്റി ലൈക്ക് നിങ്ങളുടെ പാസ്പോർട്ടോ
അങ്ങനെ എന്തെങ്കിലും ചോദിക്കും, പേ സ്ലിപ്പ് ഒക്കെ ചോദിക്കും. അപ്പോൾ അതെല്ലാം റെഡി ആക്കി വെച്ചിട്ട് ഇത് അപ്ലൈ ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യാം. കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വിത്തിൻ 24 hours ഇതിന്റെ കൺഫർമേഷനുമായിട്ട് ഒരു ഇമെയിൽ വരും. HMRCക്ക് നമ്മൾ കൊടുത്ത പ്രൂഫ് പോരാ എന്നുണ്ടെങ്കിൽ അവർ നമ്മളോട് വീണ്ടും ലെറ്റർ അയക്കും, എന്ത് ഡോക്യുമെന്റ് ആണ് അവർക്ക് വേണ്ടതെന്ന് ചോദിച്ചിട്ട്. ഇപ്പൊ ഞങ്ങളുടെ കേസിൽ ഞങ്ങൾക്ക് മാരേജ് സർട്ടിഫിക്കറ്റ് ആണ് ചോദിച്ചിട്ട് അവർ ലെറ്റർ അയച്ചത്. ഞങ്ങൾ അതിന്റെ ഒരു കോപ്പി എടുത്ത് അവർ അതിനകത്തൊരു അഡ്രസ്സ് തന്നിട്ടുണ്ടായിരുന്നു, ആ അഡ്രസ്സിലോട്ട് തിരിച്ച് സെൻഡ് ഔട്ട് ചെയ്ത് കൊടുത്തു. അതിനുശേഷം 2 to 3 വീക്സിനുള്ളിൽ ഞങ്ങൾക്കൊരു ലെറ്റർ വന്നു. അത് റീഫണ്ട് ക്ലെയിം ചെയ്യാനുള്ള ഒരു ലെറ്റർ ആയിരുന്നു. ഈ റീഫണ്ട് ലെറ്റർ വരുന്നത് ഹൈ ഏർണിംഗ് പാർട്ട്ണറിനാണ്. ഈ ലെറ്ററിനകത്ത് നമ്മുടെ റീഫണ്ട് ക്ലെയിം ചെയ്യാനുള്ള ഒരു വെബ്സൈറ്റ് കൊടുത്തിട്ടുണ്ട്. www.gov.uk P800 റീഫണ്ട് എന്ന് പറഞ്ഞൊരു വെബ്സൈറ്റ് ആണ്. സോ അതിൽ കയറിയിട്ട് നിങ്ങളുടെ റെഫറൻസ് നമ്പർ കൊടുക്കുക. അത് ആ വെബ്സൈറ്റിൽ കയറിയിട്ട് ഈ ലെറ്ററിൽ തന്നെ കൊടുത്തിട്ടുള്ള ഒരു റെഫറൻസ് നമ്പർ ഉണ്ട്, അത് എൻറ്റർ ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ NI നമ്പർ, പിന്നെ ഡേറ്റ് ഓഫ് ബർത്ത് ഒക്കെ എൻറ്റർ ചെയ്യുക. അതിനുശേഷം നിങ്ങളോട് നിങ്ങളുടെ ബാങ്ക് ഡീറ്റെയിൽസ് ചോദിക്കും. വൺസ് ഈ ഡീറ്റെയിൽസ് എല്ലാം സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വിത്തിൻ എ വീക്ക് നമുക്ക് നമ്മുടെ അക്കൗണ്ടിലോട്ട് റീഫണ്ട് കയറും. വേറെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ, നമ്മൾ ഏതെങ്കിലും ഒരു വർഷം നമ്മൾ മാരേജ് അലവൻസിന് വേണ്ടി അപ്ലൈ ചെയ്തിട്ടുണ്ടായിരിക്കും. പക്ഷെ നെക്സ്റ്റ് ഇയർ 2 പേർക്കും 2 പാർട്ട്നേഴ്സിനും 12,570 മുകളിലാണ് ഏർണിങ്സ് എങ്കിൽ ആ വർഷം നിങ്ങൾ മാരേജ് അലവൻസ് ക്യാൻസൽ ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇത് ക്യാൻസൽ ചെയ്യാൻ വേണ്ടിയിട്ടാണെങ്കിലും HMRCയുടെ ഹോം പേജിൽ പോയിട്ട് ക്യാൻസൽ മാരേജ് അലവൻസ് എന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ ലിങ്കും അവർ പ്രൊവൈഡ് ചെയ്യും. ആ ലിങ്ക് യൂസ് ചെയ്ത് നിങ്ങൾക്ക് നിങ്ങളുടെ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള മാരേജ് അലവൻസ് ക്യാൻസൽ ചെയ്യാനും പറ്റും. ഈ ഇൻഫർമേഷൻ എല്ലാവർക്കും ഹെൽപ്ഫുൾ ആകുമെന്ന് വിചാരിക്കുന്നു. അതുപോലെ ഇത് ആവശ്യമുള്ള എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ ഇതുപോലെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസിന് വേണ്ടിയിട്ട് പ്ലീസ് ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ടു മൈ ചാനൽ. അപ്പോൾ എല്ലാവർക്കും ബൈ.